തിരക്കുള്ളപ്പോൾ വളരെ ക്വിക്കായിട്ട് തയ്യാറാക്കാനും കറികളൊന്നും കൂടാതെ സെർവ് ചെയ്യാനും സാധിക്കുന്ന ബ്രെഡ് ഓംലെറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ഒരാൾക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിൽ ബ്രെഡ് ഓംലെറ്റ് തയ്യാറാക്കുന്നതിനായിട്ട് 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ബ്രെഡിൽ ബട്ടർ പുരട്ടണം. ബ്രെഡിൻ്റെ ഒരു വശത്തു മാത്രം ബട്ടർ പുരട്ടിയാൽ മതിയാകും. അങ്ങനെ 2 സ്ലൈസ് ബ്രെഡിൻ്റെയും ഒരു സൈഡിൽ മാത്രം ബട്ടർ പുരട്ടിയിട്ടുണ്ട്. ഇനി ഓംലെറ്റിനുള്ള മുട്ട എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ഇവിടെ ഒരു മിക്സിംഗ് ബൗളിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളമോ പാലോ ചേർക്കുക. ഓംലെറ്റ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് 1-2 പച്ചമുളക് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഇങ്ങനെ തീരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്യുവാണെങ്കിൽ കഴിക്കുമ്പോൾ കടിച്ചാലും എരിവ് അധികം തോന്നുകയില്ല. ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് 1/4 ടീസ്പൂൺ. കുരുമുളക് തീരെ ഫൈനായിട്ട് പൊടിക്കരുത്, ഇതുപോലെ അല്പം തരിയോടുകൂടി വേണം പൊടിക്കാൻ. സവോളയോ അതല്ലെങ്കിൽ ചെറിയുള്ളിയോ ചോപ്പ് ചെയ്തത് 1/4 കപ്പ്. അല്പം കറിവേപ്പില ചോപ്പ് ചെയ്തത്. കറിവേപ്പിലയ്ക്ക് പകരമായിട്ട് മല്ലിയില വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഏറ്റവും അവസാനമായി ഉപ്പ് 1 നുള്ള്. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം 1/2 മിനിറ്റോളം ഇതുപോലെ ബീറ്റ് ചെയ്താൽ മതിയാകും. മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപയോഗിച്ച് എങ്ങനെ ബ്രെഡ് ഓംലെറ്റ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാനോ ദോശക്കല്ലോ ചൂടാക്കിയതിനു ശേഷം അതിലൽപ്പം ബട്ടർ പുരട്ടുക. ബട്ടറിന് പകരമായിട്ട് എണ്ണ പുരട്ടിയാലും മതിയാകും. പിന്നീട് റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ച് സ്പ്രെഡ് ചെയ്യുക. മുട്ടയൊഴിച്ച് അധികം താമസിയാതെ തന്നെ ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ബട്ടർ തേച്ച് വെച്ചിരുന്ന ബ്രെഡ് വയ്ക്കുക. ശ്രദ്ധിക്കുക, ബട്ടർ തേച്ച വശം കാണത്തക്ക രീതിയിൽ മുകളിലേക്കാണ് വരേണ്ടത്. അതുപോലെ ഓംലെറ്റിന്റെ സെന്ററിലായിരിക്കണം ഇതുപോലെ ബ്രെഡ് വയ്ക്കേണ്ടത്. ഇനി ഏകദേശം 1 മിനിറ്റ് നേരം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. അങ്ങനെ ഒരു വശം വേവിച്ചതിന് ശേഷം ഇത് മറിച്ചിടുക. ഇങ്ങനെ മറിച്ചിട്ട ശേഷം ഏകദേശം 1/2 മിനിറ്റിൽ താഴെ വേവിക്കുക. പിന്നീട് ബ്രെഡിന്റെ സൈഡിലേക്ക് കവർ ചെയ്ത് കിടക്കുന്ന മുട്ടയുടെ ഭാഗം മടക്കി ഇതുപോലെ മുകളിലേക്ക് വെക്കുക. പിന്നീട് ഒരു ബ്രെഡ് സ്ലൈസ് മടക്കി രണ്ടാമത്തെ ബ്രെഡ് സ്ലൈസിന് മുകളിലേക്ക് ഇതുപോലെ വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡിന്റെ വശം പുറത്തും അതുപോലെ തന്നെ ഓംലെറ്റ് അകത്തുമായിട്ട് കിട്ടും. ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുക. ആവശ്യമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ബ്രെഡ് ഓംലെറ്റ് ചൂടോടുകൂടി സെർവ് ചെയ്യുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ദയവായി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.